ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആർക്കും തള്ളി പറയാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചിട്ട് അതിന് ഒരു വഴിയേ ഉള്ളൂ. മഹാദേവൻ അങ്കിളിന്റെ മകനാണെന്ന പേരില് കിരണിന് ആ വീട്ടിൽ കയറാൻ പറ്റും. ഇത്രയും നാളായിട്ടും ഇവിടെ ആരും എന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എന്റെ ഫോൺ എന്തിനെങ്കിലും എടുക്കാറുള്ളത് പൂർണ്ണിമ ചേച്ചിയെ. പിന്നെ ചേച്ചി എടുത്ത ആ കാര്യം പറയുകയും ചെയ്യും. ഇതിലൊന്നും പെടാതെ ഇന്നിവിടെ വേറെ രണ്ടുപേരൂടെ ഉണ്ടായിരുന്നു, ദുർഗയും കിരണും. ഇനി അവരെങ്ങാനും ആയിരിക്കോ? അവരെന്തിനാ എന്റെ ലാപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത്? അതെനിക്കറിയില്ല. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും കയറി തലയിടുന്നൊരു സ്വഭാവം ദുർഗയ്ക്കുള്ളതാ. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് നോക്കിയതാണോന്നും അറിയില്ല. അത് ശരിയാ. എന്ത് ശരിയാന്ന്? അല്ല, അഷിത പറഞ്ഞ ഒരു സ്വഭാവം ദുർഗയ്ക്കുണ്ടെന്ന് കോളേജിൽ വെച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ? അപ്പൊ അവളായിരിക്കും അല്ലേ? അതാരെങ്കിലും ആവട്ടെ, നമുക്കത് മറന്നേക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. തനിക്ക് ലാപ്ടോപ്പ് ഉണ്ടോ? വീട്ടിലൊരെണ്ണം ഉണ്ട്, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. അഭിക്കും അഞ്ജനയ്ക്കൊക്കെ ഉപയോഗിക്കാലോ എന്ന് കരുതി വീട്ടിൽ തന്നെ വെച്ചിട്ട് പോന്നു. ശരി, അതവിടെ ഇരുന്നോട്ടെ. തനിക്ക് ഞാൻ പുതിയൊരെണ്ണം വാങ്ങിത്തരാം. ഓക്കെ? ശരി, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പൃഥ്വി എന്തിനായിരിക്കും ഇപ്പോ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങി തരാന്ന് പറഞ്ഞത്? ഇനി പൃഥ്വിയുടെ ലാപ്ടോപ്പ് ഞാൻ തന്നെ ഓൺ ചെയ്തു എന്നാണോ ഇപ്പോഴും പൃഥ്വിയുടെ മനസ്സിൽ? നീ എന്തിനാ മോളെ വിഷമിക്കുന്നത്? നിന്റെ അപ്പച്ചിയുടെയും ചെറിയമ്മയുടെയും സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ എന്റെ സ്വന്തമായിട്ടാ കാണുന്നത്. പക്ഷെ അപ്പച്ചയ്ക്കും ചെറിയമ്മയ്ക്കും എന്നോട് എപ്പോഴും ദേഷ്യം മാത്ര. ഞാൻ എന്ത് ചെയ്താലും അവർക്ക് ദേഷ്യം. അവളുടെ സ്വഭാവം ഈ ജന്മം മാറുമെന്ന് എനിക്ക് തോന്നില്ല. മാറേണ്ടത് നീയാ. നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ടാന്നും കരുതണം. അപ്പൊ അവരെ കുറിച്ച് ചിന്തിക്കാനോ തിരക്കാനോ നിനക്ക് തോന്നില്ല. അഷിത നിന്നെ ചേച്ചിയായി കണ്ടിട്ടില്ല. അതുകൊണ്ട് മോൾ ഇനി ആ വീട്ടിലേക്ക് പോകരുത്. ഒന്നിച്ച് ഈ വീട്ടിൽ താമസിച്ചപ്പോൾ നിന്നോട് താല്പര്യം കാണിക്കാത്ത അഷി ഇനി കെട്ടിച്ച വീട്ടിൽ ചെന്നിട്ട് സ്നേഹം കാണിക്കുവോ? അഷിയെ ഓർത്ത് മാത്രല്ല, പൂർണിമ ചേച്ചി നിർബന്ധിക്കുന്നത് കൊണ്ട് കൂടിയാ ഞാൻ അവിടേക്ക് പോയത്. മോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇവിടെയുള്ളവർക്കില്ലല്ലോ. നീ ആ വീട്ടിൽ ചെന്ന അഷിക്ക് എന്തോ നഷ്ടപ്പെടുമെന്ന പേടിയാ വസുമതിക്ക്. അഷിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂ മുത്തശ്ശി? ഇവരൊക്കെ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അതിനുള്ള വിവരേ നിന്റെ ചെറിയ മക്കോ അപ്പച്ചിക്കോ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാലൊന്നും അവരെ മാറ്റാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ ആയിട്ട് വീണ്ടും വീണ്ടും നാണം കെടാൻ നിന്ന് കൊടുക്കരുത് മോളെ. നിന്നെ എല്ലാവരും കൂടി വഴക്ക് പറയുന്നത് കേൾക്കുമ്പോ വിഷമം മാത്രമല്ല, നാണക്കേട് കൂടിയാ. അതുകൊണ്ട് മോൾ ഇനി അവിടെ പോകരുത്. ഇല്ല മുത്തശ്ശി, ഇനി അഷിതയെ കാണാൻ ഞാൻ അവിടേക്ക് പോവില്ല. മുത്തശ്ശി വിഷമിക്കണ്ട. ചെല്ലെ, എന്റെ പൊന്നു മോള് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആകും. ചെല്ലെ. അമ്മ ഇപ്പൊ വരാട്ടോ, എന്നിട്ട് നമുക്ക് ഉറങ്ങാം. മോൾക്ക് അച്ഛനെ വിളിക്കണോ? വേണ്ട മോളെ, നമ്മൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചാലേ അത് ശരിയാവില്ല. മോളെ ഇങ്ങനെ വാശി പിടിക്കല്ലേ. മോള് പറയുമ്പോഴൊക്കെ അമ്മ വിളിച്ചു തരാറുള്ളതല്ലേ. അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്ക്. ഇന്ന് വേണ്ട. എന്ത് ഇമ്പോർട്ടന്റാ? ഓ, ദുർഗ ചേച്ചിയും കിരണേട്ടനും വന്നത് പറയാനാണോ? അതൊക്കെ എന്തിനാ ഇപ്പോ പറയുന്നേ അച്ഛനോട്? ഓക്കെ, വിളിച്ചേരാം. വാ. പക്ഷേ ഇനി പറയാൻ പാടില്ല. ഓക്കേ?
അഷിതയുടെ പേരില് ഇനി ആ വീട്ടിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. ഇതിങ്ങനെ തന്നെ വരുമെന്ന് നമുക്കറിയായിരുന്നല്ലോ. അതല്ല കിരൺ, തക്കതായ ഒരു കാരണമില്ലാതെ നമ്മൾ ഇനി ആ വീട്ടിലേക്ക് ചെന്നാം അതിന്റെ പേരില് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിനെന്താ ഇപ്പൊ ഒരു വഴി? ഒരു വഴിയുണ്ട്. പക്ഷേ അതിന് കിരൺ കൂടി സമ്മതിക്കണം. താൻ കാര്യം പറ ദുർഗെ. ഇനി നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആർക്കും തള്ളി പറയാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ. മഹാദേവൻ അങ്കിളിന്റെ മകനാണെന്ന പേരില് കിരണിന് ആ വീട്ടിൽ കയറാൻ പറ്റും. അങ്ങനെ കയറിയാൽ കിരണിന് ആ വീട്ടിൽ പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാവും. അവിടെയാകുമ്പോ അടുത്ത് നിന്ന് പൃഥ്വിയെ നിരീക്ഷിക്കാനും പറ്റും. അത് വേണ്ട ദുർഗ, അത് ശരിയാവില്ല. കിരൺ, എന്തുകൊണ്ട് ശരിയാവില്ല? കിരണിനും കൂടി അവകാശപ്പെട്ട വീടാ അത്. പിന്നെ എന്തിനാ മടിക്കുന്നത്? ഞാൻ ഇതുവരെ ജീവിച്ചത് അങ്ങനെ ഒരു അച്ഛന്റെ ലേബലിലല്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാനത് ആഗ്രഹിക്കുന്നില്ല. കിരൺ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമല്ല, കിരണിന് വേണ്ടി കൂടിയാ ഞാൻ പറയുന്നത്. അനാഥൻ എന്ന പേരില് ഒരുപാട് അപമാനങ്ങൾ കിരൺ സഹിച്ചതല്ലേ? അതിന് ഒരു അവസാനം കൂടിയാവും ഇത്. വേണ്ട, അയാളെന്റെ അച്ഛനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എനിക്ക് പോലും പൂർണ്ണ വിശ്വാസമില്ലാത്ത സ്ഥലത്ത് അങ്ങനൊരു അവകാശവും പറഞ്ഞ് പെട്ടെന്ന് ഞാൻ കയറി ചെന്നാ ആരും അത് അംഗീകരിക്കില്ല. വെറുതെ ഞാൻ നാണം കെടുകയും ചെയ്യും. ദുർഗ പറയുന്ന അനുസരിക്കാൻ മടിയുണ്ടായിട്ടല്ല. എന്റെ സിറ്റുവേഷൻ ദുർഗ മനസ്സിലാക്കണം. ഇങ്ങനൊരു മകന് ജന്മം കൊടുത്തുവെന്ന് ഓർമ്മ പോലും ഇല്ലാത്തൊരാളെ എനിക്ക് വേണ്ട. കിരൺ, വാശി കാണിക്കരുത്. ഞാൻ പറയുന്നതൊന്ന് ആലോചിച്ച് സമാധാനമായിട്ടൊരു തീരുമാനം എടുക്ക്. ഈ കാര്യത്തിൽ കൂടുതലൊന്നും എനിക്ക് ആലോചിക്കാനില്ല. നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. ശരി, ഞാൻ കിരണിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടെത്താം. ഉം.